കാളികാവിലെ ആളെക്കൊല്ലി കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. സുൽത്താന എസ്റ്റേറ്റിൽ കടുവ കെണിയിൽ വീണെടുത്ത് വൻ ജനക്കൂട്ടം. കടുവയെ മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കാട്ടിലേക്ക് തുറന്നുവിട്ടാൽ ഇനിയും ആളുകളെ ഉപദ്രവിക്കുമെന്നതുൾപ്പെടെ ആശങ്കകളാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 2 മാസമായി വനംവകുപ്പ് കടുവയ്ക്കായി തിരച്ചിൽ നടത്തിവരികയായിരുന്നു. കൂട്ടിൽ കടുവ കുടുങ്ങിയതായ വിവരം നാട്ടുകാരാണ് വനംവകുപ്പിനെ അറിയിച്ചത്. കടുവയെ മാറ്റാൻ സമ്മതിക്കാതെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിന് മുൾമുനയിൽ നിർത്തിയൊരു സാധനത്തിനെ കിട്ടിയില്ല. അതിന്റെ അടിയിൽ നമുക്ക് കടുവക്ക് വെച്ച ഇതിന് പുലി കുടുങ്ങിയപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞപ്പെടുന്നത് കാട്ടിൽ കൂടാൻ പാടില്ല. അത് അമരമ്പലത്തിൽ കൊണ്ടുപോയി അത് എവിടെ വിട്ടു എന്നിപ്പോ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പറയുന്നത് 250 കിലോമീറ്റർ അപ്പുറത്തേക്ക് വിട്ടിക്കണേ. പക്ഷെ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കടുവനെ ഇനി കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ വിടുന്ന നമുക്കൊരു ഉറപ്പില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാല് വിട്ടുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനം. അതേസമയം കാളികാവിൽ പിടിയിലായ നരഭോജി കടുവയെ ഉടൻ കാട്ടിലേക്ക് വിടില്ലെന്നും വനംവകുപ്പ് സംരക്ഷണയിൽ സൂക്ഷിക്കുമെന്നും വിദഗ്ധ അഭിപ്രായത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി സംസ്ഥാനം തയ്യാറാക്കിയ കരട് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അതിന്റെ മറുപടി AGയിൽ നിന്നും ലഭിച്ചു. മറുപടി പരിശോധിച്ച തുടർ നീക്കമുണ്ടാകും. ഇപ്പോഴത്തെ പരിമിതിയിൽ നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന നിയമനിർമ്മാണത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. മെയ് 15-നാണ് തോട്ടം തൊഴിലാളിയായ ഗഫൂറിനെ കാളിക്കാവ് എസ്റ്റേറ്റിൽ വെച്ച് കടുവ കൊലപ്പെടുത്തിയത്. അന്ന് തുടങ്ങി ഡോക്ടർ അരുൺ സക്കരയുടെ നേതൃത്വത്തിൽ ദൗത്യസംഘം തിരച്ചിൽ നടത്തിവരികയായിരുന്നു. പ്രദേശത്ത് പലതവണ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞുവെന്ന് മാത്രമല്ല, ഒരു തവണ കടുവയെ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിടികൂടാൻ കഴിയാത്തത് വനംവകുപ്പിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്തെ കടുവയുടെ സാന്നിധ്യം കാരണം ജോലിക്ക് പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. M5 ന്യൂസ്, മലപ്പുറം.